ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇറ്റാലിക് ഐക്കോണിക് ഡിസേർട്ടായ തിരമിസു ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. തിരമിസു എന്ന് പറഞ്ഞാൽ ചിയർ മി അപ്പ്, ഇതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ഡിസേർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, ആർക്ക് വേണേലും ഉണ്ടാക്കാം, ഈസിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേഗത്തിൽ നോക്കാം. മെയിനായിട്ട് വേണ്ടത് കഫേ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ ബിസ്ക്കറ്റാണ് വേണ്ടത്, മസ്കർപോണെ ചീസ്, പിന്നെ എഗ്ഗ്, ഷുഗർ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സാധനം റെഡിയാക്കാം. ഇതാണ് നമ്മുടെ ലേഡീസ് ഫിംഗറിൻ്റെ ബിസ്ക്കറ്റ് ഇവിടെ കിട്ടുന്നത്. ഇത് സവോയാർദി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് നാട്ടിൽ ആമസോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാൽ ഈ സാധനം ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ തന്നെ വേറൊരെണ്ണമുണ്ട്, സ്ബറസീനി എന്നാണ് ഇതിൻ്റെ ഈ പേര്. ഇതുപോലെ തന്നെ പവസീനി എന്ന് പറഞ്ഞ് വേറൊരു ബിസ്ക്കറ്റുണ്ട്. ഇത് ഇച്ചിരി കൂടെ കട്ടിയില്ലാത്തതാണ്, അപ്പോൾ നമ്മളതിന് കൂടുതൽ ലെയർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അടുത്തത് വേണ്ടത് എഗ്ഗ്, 5 എഗ്ഗാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കോഫി ഞാനിപ്പോൾ ഇറ്റാലിയൻ മോക്കെ കഫയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് നെസ്കഫയോ ബ്രൂവോ എന്തെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാം. അതായത് 2 കപ്പ് ചൂടുവെള്ളത്തിനകത്തോട്ട് 2 ടീസ്പൂണ് ഏതെങ്കിലും കോഫി പൗഡർ ഉപയോഗിച്ച് കാപ്പി ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഇത് ഞാനൊരു ശകലേ ചേർക്കുന്നുള്ളൂ. നാട്ടിൽ ആർക്കെങ്കിലും ഇനി കിട്ടാതെ വന്നെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മാത്രമാണ്. ഇനി ഇതാണ് മെയിൻ താരം, മസ്കർപോണെ ചീസ്. ഇത് ഓൺലൈനിൽ മിക്കവാറും മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ പാലായിൽ റിലയൻസിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടായിരുന്നു ഈ സാധനം. ചില ബേക്കറികളിലും കിട്ടും കേട്ടോ. ചീസ് ക്രീമും ഉപയോഗിക്കാമെന്ന് പറയുന്നു, പക്ഷേ എനിക്കറിയത്തില്ല അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്ന്. പിന്നെ വേണ്ടത് ഷുഗർ, വാനില എസൻസ്, സ്ട്രോബെറി നമുക്കുണ്ടെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, ഓപ്ഷണലാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോഫി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇത് ഇറ്റാലിയൻ കോഫി ഉണ്ടാക്കുന്ന രീതിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്, ആവി വന്നു. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രോങ്ങും ആണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഇതിനെ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ച് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഈ മധുരമൊക്കെ ആഡ് ചെയ്യേണ്ട അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പേഴ്സണലായിട്ട് ചെയ്തോളുക, കൂട്ടിയും കുറച്ചും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മുട്ട എടുക്കുകയാണ്. മുട്ട എടുത്തിട്ട് നമുക്കതിൻ്റെ യെല്ലോ യോക്കും വൈറ്റും നമ്മൾ തിരിക്കുകയാണ്. അപ്പം 2നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മുട്ട പൊട്ടിച്ച് 2 പാർട്ടാക്കുക, 2നെയും ബീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്, 4 മതിയായിരുന്നു. ഇത് കുഞ്ഞായതുകൊണ്ടാണ് എനിക്ക് 5 എണ്ണം എടുക്കേണ്ട വന്നത്. എഗ് വൈറ്റ് ഒക്കെ ബീറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കേക്ക് ഉണ്ടാക്കും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശകലം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകരുത്. അതുപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന പാത്രവും ബ്ലേഡും നേരത്തെ തന്നെ ഫ്രീസറിനകത്ത് വെക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 5 മുട്ടയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് 5 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇറ്റാലിയൻസ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാറില്ല. എനിക്കതിൻ്റെ ആ പച്ച ചൊവയും ആ ഉളുമ്പ് മണവും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് ജസ്റ്റ് അതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളി ഉപ്പൂടെ ചേർത്താൽ വളരെ നല്ലതായിരിക്കും, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനി നമ്മുടെ മസ്കർപോണെ എടുക്കുക, ചീസ്. ഇത് 500 ഗ്രാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 5 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മുടെ ക്രീമിൻ്റെ അകത്തോട്ട് ഇട്ട് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി തന്നെ ബീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മറ്റേതിൻ്റെ കൂട്ടത്തിലോട്ട് ചേർക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കെല്ലാം കൂടെ മൊത്തത്തിലിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീം പരുവത്തിലാക്കിയെടുക്കാം. ഇടയ്ക്ക് വേണേൽ ഒന്ന് ടേസ്റ്റും ചെയ്യാം കേട്ടോ. ഇവിടെ തൊട്ട് നല്ല ടേസ്റ്റാണ്, ഒന്ന് തൊട്ട് നോക്കിയാൽ പിന്നെ എപ്പോഴും തിന്നാൻ തോന്നും. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് പാർട്ടൂടെ, നമ്മൾ മഞ്ഞ് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വൈറ്റ് പാർട്ടൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്പാച്ചുലായും കൊണ്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തേ ചെയ്യാവുള്ളൂ. ഒരിക്കലും മിക്സർ വെച്ച് മിക്സ് ചെയ്യല്ലോ കേട്ടോ. കാരണം ഈ പതഞ്ഞ് പൊങ്ങിയിരിക്കുന്നത് മുഴുവനും എയറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ലാസ്റ്റ് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇറ്റലിക്കാർ ഇവർ യൂസ് ചെയ്യാറില്ല തിരമിസു ഉണ്ടാക്കാനായിട്ട് ഇത്. അപ്പം നമ്മുടെ ക്രീം ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാത്തിനെയും കൂടെ നല്ലോണമൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ കാപ്പി എടുത്ത് റെഡിയാക്കി വെച്ചു, ക്രീം റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ പണി തീർന്നു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതിനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, അതിനെ അസംബിൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്. അടിയിൽ ക്രീം കൊണ്ട് നല്ലൊരു ലെയർ. അത് കഴിഞ്ഞിട്ട് ഓരോ ബിസ്ക്കറ്റും മുക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക.
അത് കഴിഞ്ഞ് ആദ്യത്തെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നല്ലൊരു ക്രീമിൻ്റെ നല്ലൊരു ബെഡ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടേക്കുവാണ്. ഇനി ആ ബെഡിലോട്ട് നമ്മുടെ ഈ ബിസ്ക്കറ്റിനെ ഓരോന്നിനെ നല്ലോണക്ക് നനച്ച്, അധികം വെള്ളം എടുക്കരുത് കേട്ടോ, കാപ്പിയുടെ ആ വെള്ളം കൂടരുത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല ബെഡിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടത്തുവാണ്. എല്ലായിടത്തും വെക്കണം, നല്ല ഉണക്ക് വെക്കണം. നോക്കിയേ, ഇച്ചിരി ഈ ഇതങ്ങ് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് പയ്യെ ഒന്ന് തിക്കി വെക്കാനും സാധിക്കും കേട്ടോ. ഇത് എങ്ങനെ വേണേലും വെക്കാം കേട്ടോ, നീളത്തിലോ വിലങ്ങനെയോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. രണ്ടാമത്തെ ബെഡും നമ്മളുണ്ടാക്കി. ഈ ബിസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ 2 ലെയർ വെച്ചാൽ മതി, ആവശ്യത്തിനുണ്ട് കേട്ടോ. അതേസമയം പവസീനീസ് ബറസീനി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3-4 ലെയർ വെച്ചാലേ ഇതിൻ്റെ ഒപ്പം വരുള്ളൂ. ഇനി നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ്. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ബിസ്ക്കറ്റിനെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചു. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ. ഇവിടെ കൊണ്ട് പരിപാടി തീർന്നതാണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോന്ന് ചെയ്യാം. ഇനി അടുത്തത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ചോക്ലേറ്റ് പൗഡർ പോറിംഗ് ആണ്. അതിനുവേണ്ടി ഒരു അരിപ്പയ്ക്കകത്ത് ഇട്ടിട്ട് തെള്ളുവാണെങ്കിൽ എല്ലായിടത്തും ഈവൻ ആയിട്ട് വരും. അല്ലെങ്കിൽ ചിലയിടത്ത് കൂടുതലും ചിലയിടത്ത് ഗ്യാപ്പൊക്കെ ഫോം ചെയ്യും. ഇപ്പം ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മുടെ സ്ട്രോബെറി എടുത്ത് വെച്ചു. പിന്നെ ജെംസിൻ്റെ മുട്ടായി ഇട്ടു. ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഗതി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മിച്ചം വന്ന ക്രീമും ഉണ്ട് ബിസ്ക്കറ്റും ഉണ്ട്. അതിനെ നമുക്ക് ചെറിയ ഗ്ലാസ്സിനകത്തായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ആദ്യം തന്നെ ക്രീമിൻ്റെ ബേസ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റിനെ നടുവേ ഒടിച്ച് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ പൊക്കത്തിനനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. കാപ്പിക്കകത്ത് മുക്കി നമ്മൾ മറ്റേ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുകയാണ്. ഒരു റൗണ്ട് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ക്രീം ഒഴിക്കുക. എന്നിട്ട് വീണ്ടും നടുക്ക് വീണ്ടും ബിസ്ക്കറ്റിനെ വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കാൻ എടുക്കാം. മറ്റേത് നമ്മൾക്ക് വിരുന്നുകാരോ പാർട്ടിക്ക് വല്ലതും വേണ്ടിയിട്ട് ആ സമയത്ത് എടുക്കാം. ഇത് 2 ദിവസത്തേക്ക് കൂടുതൽ വെക്കാൻ പറ്റത്തില്ല കേട്ടോ, പിന്നെ അത് ചള്ളായി പോവും, വെള്ളം വിട്ടു പോകും. അങ്ങനെ ഇതിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. 2 മണിക്കൂർ വെക്കണം. ഇനി ഒരു ദിവസത്തെ മുമ്പുള്ള പാർട്ടിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനെ കവർ ചെയ്ത് ഫ്രീസറിനകത്ത് വെക്കണം. അത് കഴിഞ്ഞ് 8 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിനകത്തോട്ട് താഴോട്ട് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് ഇനി ബെസ്റ്റ് മൊമെൻറ്റ് വന്നിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാനുള്ള സമയം. അപ്പോൾ നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അങ്ങ് വായിലോട്ടിട്ടാണ്ടല്ലോ മനസ്സിൽ ഇടു പൊട്ടു എന്ന് പറഞ്ഞ പോലെ രുചികളുടെ ഒരു ഘോഷയാത്രയാണ്. പിന്നെ എന്താ ടേസ്റ്റ്, അമ്പോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ. ഈസിയാണ്, കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ആർക്ക് വേണേൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ആ സെപ്പറേറ്റ് ഗ്ലാസ്സിൻ്റെ അകത്ത് ഉണ്ടാക്കിയതാണ്. അതും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഡിസേർട്ട് കോഴ്സിൻ്റെ അവസാനത്തെ വാക്കായ ഈ തിരമിസുവിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.